ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ലെയറോട് കൂടിയ ഒരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പിയാണ്. പുറമേ നല്ല മൊരിഞ്ഞിരിക്കുന്ന അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. ഇത് ഉണ്ടാക്കുന്ന രീതിയും ഭയങ്കര സിമ്പിളാണ്. ഈ മാവ് ഒരുപാടിട്ട് കുഴയ്ക്കാതെ വീശി അടിക്കാതെ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാതെ കൈയും ഷോൾഡറൊന്നും വേദനിക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 4 കപ്പ് അളവിലാണ് മൈദ എടുക്കുന്നത്. ഓരോ കപ്പ് മൈദ എടുക്കുമ്പോഴും ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കണക്കനുസരിച്ചാണ് ഞാനിവിടെ ഇത് ചെയ്തെടുക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. എന്നാലും മൈദയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇത്രയും തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കണം. എങ്കിലാണ് നമ്മുടെ ഈ ഒരു പൊറോട്ടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്രൗൺ ഷെയ്ഡ് കിട്ടുന്നത്. ഇനി ഈ മാവിൻ്റെ നടുഭാഗത്തൊന്ന് കുഴിയാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ 1 കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് പോരാതെ വരുന്ന സമയത്ത് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അടുത്ത 1 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല, ആദ്യം പകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് കുഴച്ചതിന് ശേഷം വീണ്ടും ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പരുവത്തിൽ കിട്ടും. ഇപ്പോൾ ഞാൻ പോരാതെ വന്നപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടലായിട്ട് 1.25 കപ്പ് അളവിലുള്ള വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ബൗളിൽ തന്നെ വെച്ചിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കുഴച്ചിട്ടെടുക്കുന്നത്. ഈ മാവിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീശിയടിച്ചൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു പൊറോട്ടയുടെ അത്ര ലൂസാവുകയും വേണ്ട, എന്നാൽ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസാവുകയും വേണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ ഞാനിത് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണുമ്പോൾ ഏകദേശം പരുവം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ആദ്യം 2 ആയിട്ടൊന്ന് ഈ മാവ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഓരോ ഭാഗവും 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ എല്ലാം ബോൾ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതുവരേക്കും നമ്മളിതിൽ ഓയിലോ എണ്ണയോ ബട്ടറോ നെയ്യോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചതിൽ നിന്നും ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ പൊടി ഇട്ട് കൊടുത്തിട്ട് മൈദപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കരുത്. ഈ ഒരു വലിപ്പത്തിൽ എല്ലാം ഞാൻ പരത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ സ്പൂൺ അളവിൽ തന്നെ 3 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. 1 സ്പൂൺ മൈദപ്പൊടിക്ക് 3 സ്പൂൺ ഓയിൽ, ആ ഒരു കണക്കനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇനി പരത്തിയെടുത്ത മാവിൽ നിന്ന് ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആയതിനു ശേഷം വേണം മൈദപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് അടുത്ത മാവ് ഇട്ട് കൊടുക്കുക. വീണ്ടും അതിന് മുകളിലേക്ക് ഇതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ 8 എണ്ണവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ നടുഭാഗത്തായിട്ട് ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ലെയറോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ 2 അറ്റവും ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ലെയറോട് കൂടി കിട്ടും. ഇപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മാവെല്ലാം മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒന്നുകൂടി പരത്തിയെടുക്കാനുണ്ട്. ഒരുപാട് നൈസാക്കിയിട്ടല്ല. ഞാനിത് പരത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് കട്ടിയായിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് പരത്തിയെടുത്താലും ലെയറൊന്നും വിട്ട് പോവരുത്. ആ ഒരു രീതിയിൽ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. കുറച്ച് വീതി കുറച്ചിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 12 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് കുറച്ചുകൂടി വീതി കുറച്ച് കട്ട് ചെയ്തിട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഒരു 16 14 ഒക്കെ ആക്കിയിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഓരോ പീസും നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഒരു പീസ് റോൾ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ മറ്റേതിന് മുകളിലേക്കും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടെണ്ണം ആയിട്ടാണ് ഞാനിവിടെ റോൾ ചെയ്ത് എടുക്കുന്നത്. ഒറ്റ പീസായിട്ട് റോൾ ചെയ്തിട്ട് പരത്തിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് ലെയർ ആയിട്ടുള്ള പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രണ്ടെണ്ണം ആയിട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. ഇപ്പോൾ ഞാനിവിടെ രണ്ടായിട്ട് എല്ലാം റോൾ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അതൊന്ന് പരത്താം. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൊറോട്ടയുടെ ആ ഒരു വലിപ്പത്തിലൊന്ന് ഇത് പരത്തി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ തന്നെ എല്ലാം പരത്തി ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരത്തി എടുത്തത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ലെയറായിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി മാവായിട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഭാഗം കുക്കായിട്ട് വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് വെന്ത് വരും. അതുപോലെ തന്നെ പൊറോട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ട റെഡിയായി കിട്ടി. ഇതുപോലെ തന്നെ ഞാനിവിടെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രണ്ടെണ്ണം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പുറമേ നല്ല മൊരാതിരിക്കുന്ന അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. ഞാനിതുപോലെ ചൂടോടെ തന്നെ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.